അപ്പോൾ ഈ യുറാനിയത്തിൽ ഒരു ന്യൂട്രോൺ വന്നിരിക്കുന്നു, ഇത് രണ്ടാകുന്നു. എന്നിട്ട് 2 അല്ലെങ്കിൽ 3 ന്യൂട്രോണും പുറത്തേക്ക് വരുന്നു. ഇതിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു യുറാനിയം 235 ഉള്ളെങ്കിൽ വിഷയമൊന്നും വന്നില്ല, അവിടെ തീർന്നു, പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ വിഷയം വന്നത് ഒരു യുറാനിയം വെച്ചു, അതിൻ്റെ തൊട്ടപ്പുറം അടുത്ത യുറാനിയം വെച്ചു, അതിൻ്റെ അടുത്ത് അപ്പുറം യുറാനിയം 235 വെച്ചു. ഈ യുറാനിയം 235 ഇങ്ങനെ നിരത്തി പിടിച്ച് വെക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ യുറാനിയത്തിൽ ഇടി ഒരു ന്യൂട്രോൺ വന്നിടിച്ചു, ഇവ രണ്ടായി. അപ്പോൾ ഇത് രണ്ടേ പറഞ്ഞത് 2 അല്ലെങ്കിൽ 3 ന്യൂട്രോൺ ഈ പ്രോസസ്സിൽ റിലീസാവും. ഈ റിലീസായ ന്യൂട്രോൺ പോയിട്ട് അപ്പുറത്തിരിക്കുന്ന യുറാനിയത്തിൽ പേടിക്കും, അപ്പോൾ അവനും രണ്ടാവും. അവിടുന്ന് റിലീസാവുന്ന ന്യൂട്രോൺ തൊട്ട് അപ്പുറത്തിരിക്കുന്ന യുറാനിയത്തിൽ പേടിക്കും, ആ യുറാനിയം രണ്ടാവും. അവിടുന്ന് വീണ്ടും 2 അല്ലെങ്കിൽ 3 ന്യൂട്രോൺ റിലീസാവും, അത് വീണ്ടും അപ്പുറത്തിരിക്കുന്ന യുറാനിയത്തിൽ പേടിക്കും. ഇതെല്ലാം പൊട്ടുമ്പോൾ ഇങ്ങനെ എനർജി റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഈ സംഭവം തന്നെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റിലും ന്യൂക്ലിയർ ബോംബിലും ഉപയോഗിക്കുന്നത്. സെയിം പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾഡ് റിയാക്ഷൻ ആണ്. അതായത് ഈ പുറത്തേക്ക് പോകുന്ന ന്യൂട്രോണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കൺട്രോൾ റോഡ് വെച്ചിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര ന്യൂട്രോൺ, അതായത് ഒരു യുറാനിയം ഇടിച്ച് ചെയ്യുമ്പോഴേക്കും 2 അല്ലെങ്കിൽ 3 ന്യൂട്രോൺ പുറത്താകുന്നുണ്ടല്ലോ, അത് എത്ര അബ്സോർബ് ചെയ്യണം, എത്ര അപ്പുറം പോയി ഇരിക്കണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ന്യൂക്ലിയർ ബോംബിന്റെ കേസിൽ കൺട്രോളൊന്നുമില്ല, ഒരു കൺട്രോളും ഇല്ല. വന്നിടിച്ചു, 2 ന്യൂട്രോൺ വന്നു, 3 ന്യൂട്രോൺ വന്നു, അപ്പുറം പോയി ഇടിച്ചു, ആകുമ്പോൾ 2 3 ഇത് ഇങ്ങനെ ഇടിച്ച് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഉണ്ടാവുന്ന എനർജി എന്നുള്ളത് വളരെ വലിയൊരു എനർജിയാണ്. അപ്പോൾ ആൾക്കാർ ബോംബ് പൊട്ടി മരിക്കും. അതുപോലെ തന്നെ റേഡിയേഷൻ മൂലം ആൾക്കാർ